അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. സങ്കീർത്തനം 21:2. ദൈവം യാചന നിഷേധിക്കാത്തവനാണ്. നാം മനസ്സോടെ അവനോട് അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കുന്നവനാണ്. നമ്മുടെ നിലവിളികൾ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പലപ്പോഴും ഉത്തരം നാം പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ലെങ്കിലും ദൈവം യാതൊരു പ്രാർത്ഥനയും അവഗണിക്കുന്നില്ല. ദൈവം എല്ലാ യാചനകൾക്കും ഉത്തരം നൽകുന്നു. ചിലപ്പോൾ പ്രാർത്ഥനകൾ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ഉത്തരം നൽകും. ചിലപ്പോൾ നമ്മുടെ യാചനയുടെ ഉത്തരത്തിനായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ മറ്റൊരു വഴിയിലൂടെ യാചനയുടെ ഉത്തരം ലഭിക്കും. ദൈവത്തിന്റെ സന്നദ്ധയിൽ ഒരു യാചനയും ശൂന്യതയിലേക്ക് പോകുന്നില്ല. യേശു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, സർവ മാനവകുലത്തിന്റെയും ദൈവമാണ്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏവനെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയാണ് അനുഗ്രഹത്തിന്റെ ശക്തി. സ്നേഹത്തിലും സത്യത്തിലുമുള്ള ആത്മീയ ഐക്യം കുടുംബങ്ങളിൽ വളർത്തുന്നതും പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ അംഗീകാരം അന്വേഷിക്കുക. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും എന്ന അനുഗ്രഹ വാഗ്ദാനം നമ്മുടെ കുടുംബങ്ങൾക്കും അവകാശപ്പെടുന്നതാണ്. ഈ വാഗ്ദാനം പ്രാപിപ്പാൻ അനുഗ്രഹ വഴിയിലൂടെ നാം നടക്കണം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.